ഇന്ത്യൻ കറൻസിയുടെ ഡീവാലുവേഷൻ യഥാർത്ഥത്തിൽ പ്രവാസികൾക്ക് ഒരു പോസിറ്റീവായ കാര്യമാണ്. പലരും ചിന്തിക്കുക അതൊരു നല്ല കാര്യമാണെന്നാണ്. എന്നാൽ ഇത്രയധികം ഡീവാലുവേഷൻ സംഭവിക്കുന്ന ഒരു കറൻസിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുന്നത് തികച്ചും ബുദ്ധിശൂന്യമായ കാര്യമാണ്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഏകദേശം 40% ഇടിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ US ഡോളറിൻ്റെ 10% തകർച്ചയും കൂടി കൂട്ടിച്ചേർത്താൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം 50% താഴേക്ക് പോയത്. അതായത് 10 വർഷം മുമ്പ് നിങ്ങൾ ഇന്ത്യയിലേക്ക് 1 ലക്ഷം രൂപ അയച്ചിട്ടുണ്ടെങ്കിൽ അത് 50,000 രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് എന്ന് സാരം. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം പ്രവാസികൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നിരവധിയായ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ നിങ്ങൾ റെസിഡൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ തന്നെ അതാത് രാജ്യങ്ങളുടെ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ ധാരാളമായി അവസരങ്ങളുണ്ട്. അതും അല്ല എങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് നാട്ടിലെ ബാങ്കുകൾ FCNR അക്കൗണ്ട് അഥവാ ഫോറിൻ കറൻസി അക്കൗണ്ടുകളായി നിലനിർത്താവുന്നതാണ്. അത്തരം അക്കൗണ്ടുകൾക്ക് രൂപയുടെ കുത്തനെയുള്ള ഡീവാലുവേഷൻ ബാധിക്കുകയുമില്ല. അതുകൂടാതെ അതിൻ്റെ ഏറ്റവും വലിയ സൗകര്യം എന്നത് FCNR അക്കൗണ്ടുകൾക്ക് ടാക്സ് ബാധകമല്ല എന്നുള്ളതും ഏത് സമയത്ത് വേണമെങ്കിലും ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ റെസിഡൻ്റ് ആയിട്ടുള്ള രാജ്യത്തേക്ക് റിപ്പാട്രിയേറ്റ് ചെയ്യുവാനും കഴിയും എന്നുള്ളതാണ്.